അടുക്കളയിൽ വലിയ തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ദിവസത്തെ എൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു ബി എ ഗുഡ് മോം. ഇതിപ്പോൾ രാവിലെ 5 മണിയായിട്ടോ. കിച്ചണിൽ വലിയ കാര്യമായിട്ട് പണികളില്ലാത്തത് കൊണ്ട് തന്നെ എണീച്ച് പോരാൻ നല്ല മടി ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ എണീക്കുന്നതിന് മുന്നേ ഇങ്ങ് എഴുന്നേറ്റ് പോരുവാണെങ്കിൽ നമുക്ക് നമ്മുടേതായ കുറച്ച് ടൈം കിട്ടും. അപ്പോൾ രാവിലെ ഒരു മീ ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. നമ്മൾ ഭയങ്കര ആ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു ദിവസം ഫുള്ള് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പം ഞാൻ നമ്മുടെ പ്രെയറും ബൈബിൾ വായന അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചുമ്മാ ഒരു ഡ്രോയിങ്ങിന് ഇരിക്കുകയാണ് കേട്ടോ. വലിയ കലാകാരിയൊന്നും അല്ല കേട്ടോ ഞാൻ. അപ്പോൾ ഇത് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടൊരു ഇമേജാണ്. അപ്പോൾ അതൊന്ന് വരച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പറ്റുന്ന പോലെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പിക്ചറൊക്കെ കേട്ടോ ഞാൻ വരയ്ക്കുള്ളൂ. വലിയ വലിയ പിക്ചറുകളിലേക്കൊന്നും ഞാൻ കൈ വെക്കാറില്ല. പിന്നെ പെയിൻറ്റിങ് അതൊന്നും എനിക്ക് വശമില്ല കേട്ടോ. ഇതിങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴത്തേനും നമ്മുടെ മനസ്സിനൊരു സന്തോഷം കിട്ടും നമുക്ക്. പിന്നെ ഭയങ്കര എനർജിയുമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് കുക്കിംഗ് ഇല്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ഫ്രീ ആണ് കേട്ടോ. ഞാൻ ഒരു 7 മണി വരെ ഞാൻ ഫ്രീ ആണ്. 7 മണിയല്ല, ഒരു 6 മണി വരെ ഫ്രീ ആണ്. കാരണം 6 മണിക്ക് മോൾ എഴുന്നേൽക്കണം, വിളിക്കണം, പഠിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരമണിക്കൂറാണ് ഞാൻ ഫ്രീ ആണ്. പിന്നെ കുക്കിംഗ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ പടം വരെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തലേദിവസം രാത്രിയിൽ കിച്ചണൊന്നും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഒരു യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർ വന്ന് ചായ കുടിച്ചിട്ട് നേരെ പിള്ളേരെ റെഡിയാക്കി അങ്ങ് പോകുമായിരുന്നു കേട്ടോ. അപ്പം തിരിച്ച് വന്നപ്പോഴത്തേന് 11 മണിയൊക്കെ ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡൈനിങ് ടേബിളും ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പാത്രവും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് പാത്രം ഉണ്ടായിരുന്നുള്ളൂ, അതും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഓർത്തത് ബിയോണിൻ്റെ ബാഗ് കഴുകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്കിലും കഴുകാനിട്ടു. അത് ഡ്രയറിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഉണങ്ങി കിട്ടിക്കോളും, അതിനെ കൊണ്ടുപോകാമല്ലോ. ബിയോക്കുട്ടി പഠിത്തമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് സമയം അവൾക്ക് അപ്പോൾ ഒരു കുഞ്ഞ് ബുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ ഇതുപോലൊരു A4 ഷീറ്റ് എടുത്തിട്ട് ആദ്യം ഒന്ന് സെൻറ്ററിൽ മടക്കി അതിന് ശേഷം തിരിച്ച് ഒന്ന് ഇതുപോലെ മടക്കിയിട്ട് പിന്നെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു 16 പേജുള്ള ഒരു ബുക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് അവൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോൾ വെട്ടിയത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒന്ന് വെട്ടി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ മടക്കി എടുക്കും കേട്ടോ. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് അതായത് ഈ ഒരു എൻഡ് വരെ കേട്ടോ, ലാസ്റ്റത്തെ കോളം കട്ട് ചെയ്യാൻ പാടില്ല. ഈ ഒരു എൻഡ് വരെ, ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ ഈ ഒരു എൻഡ് വരെയും കട്ട് ചെയ്തെടുത്തിട്ട് അത് നേരെ ഓപ്പോസിറ്റ് പിടിച്ചിട്ട് എന്താ പറയുക, കാണുമ്പോൾ അറിയാമല്ലോ, ഇനിയിപ്പം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് മടക്കിയെടുത്ത് അങ്ങനെ ഒരു 16 പേജ് 12 പേജ് കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത്രയും ഞാനത് മടക്കി കൊടുത്തിട്ട് അവൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. അപ്പം നമുക്ക് ഒരു പണിയില്ല എന്ന് പറഞ്ഞാലും വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പണി കാണൂലേ. അപ്പം ഞാൻ ഇച്ചിരി അപ്പം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ചിക്കൻ കറിയാണ്. അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചു കേട്ടോ. പിന്നെ ചായയൊക്കെ വെച്ചു. അതുപോലെ തന്നെ പിള്ളേരുടെ ടിഫിൻ ബോക്സ് സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ബിയോണുവിനെ വിളിക്കുന്നുണ്ട്, അവൻ എഴുന്നേൽക്കുന്നുണ്ട്, ബ്രഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതിനിടയ്ക്ക് കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ബുക്ക് ഇവിടെ റെഡി ആയിക്കണം. ബുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പുറം പേജാണ് കേട്ടോ സെറ്റ് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ അവളിങ്ങനെ നോക്കുവാണ് കേട്ടോ, എങ്ങനെയാണ് അത് ഒട്ടിക്കാൻ പറ്റുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുവാണ്. അപ്പോൾ അവൾ നേരത്തെ എഴുന്നേറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ ഒട്ടിക്കലൊക്കെ കഴിഞ്ഞ് വേറൊരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മേലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഇങ്ങനെയുള്ള അലുക്കുലത്തെ പരിപാടികളൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ടൈം കിട്ടിയാൽ എനിക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് അലുക്കുലത്തെ പരിപാടി ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ ഇത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പൂവും കുഞ്ഞു കുഞ്ഞു ഇലകളും ഒക്കെ വരച്ച് കൊടുത്തതിന് ശേഷം യെല്ലോ കളറുള്ള ബ്രഷ് പെൻ എടുത്തിട്ട് ഒന്ന് ഡിസൈൻ ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചൊരു സമാധാനമായിട്ടൊരു ദിവസം തുടങ്ങാൻ പറ്റും. അതായത് നമ്മൾ ഹറിബറി ആവുന്നതിനും എല്ലാവരും എഴുന്നേൽക്കുന്നതിനും ഒക്കെ ഒരു അരമണിക്കൂർ മുന്നേ എഴുന്നേൽക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സമയം കിട്ടും. നമുക്ക് നമ്മുടേതായൊരു ടൈം ബുക്ക് വായിക്കാനോ അല്ലെങ്കിൽ കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യാനോ ജേണലിങ് ചെയ്യാനോ. അപ്പോൾ നമുക്ക് അന്നത്തെ ദിവസം ഫുള്ളൊരു എനർജിയാണ്. മിക്കവാറും നമ്മളിങ്ങനെ വീട്ടമ്മമാരൊക്കെ ആയിട്ടുള്ളവർ നമ്മൾ കിച്ചണിൽ തന്നെ ആയിരിക്കും അല്ലേ. ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഇതെന്നെ പരിപാടി, സ്കൂളിൽ പോകുന്നില്ലേ? ഇല്ല, എനിക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം. പ്രത്യേകിച്ച് ഞാനൊന്നും ടെൻഷനില്ല. കാരണം ഞങ്ങളുടെ
ഇവനാണെങ്കിൽ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തപ്പി തടഞ്ഞ് നിൽക്കൂട്ടാ. ഇങ്ങനെ സ്കൂളിൽ പോകണമെന്നുള്ള ആ ഒരു വിചാരം, അങ്ങനെ ആ ഒരു സീരിയസ്നെസ് അങ്ങോട്ട് വരത്തില്ല ആൾക്ക്. പിന്നെ നമ്മൾ പുഷ് ചെയ്ത് വിട്ടാൽ ആളെല്ലാം ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കി കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഇത് തലേ ദിവസത്തെയാണ്. അപ്പോൾ ഞാനൊന്ന് ചൂടാക്കി കൊടുത്തുള്ളൂ. അങ്ങനെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി. അതിന് ശേഷം എനിക്ക് വർക്കുള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ ഓഫീസിൽ വന്നു. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് അതുപോലെ തന്നെ വീട് ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് പോരുമായിരുന്നു. ബാക്കി പണികളൊന്നും ചെയ്തിട്ടില്ല. അലക്കൽ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് കുക്കിംഗ് മാത്രമേ ഇല്ലാത്തേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ക്യാമ്പസിൻ്റെ തൊട്ട് ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ ഓഫീസുള്ളത്. ഒരു മിനിറ്റ് പോലും നടക്കാനുള്ളതല്ല കേട്ടോ. അപ്പം എൻ്റെ വർക്കെന്ന് പറഞ്ഞാൽ ഡേറ്റ എൻട്രിയുടെ ഒരു വർക്കാണ്. എന്താ പറയുക, അവർ പറയുന്ന അനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ നമുക്ക് ഫ്ലെക്സിബിളാണ്. ഇഷ്ടമുള്ളപ്പം നമുക്ക് ഇറങ്ങാം. നമുക്കിപ്പം ഇറങ്ങണമെന്ന് വെച്ചാൽ നമുക്ക് ഇറങ്ങുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പം കറക്റ്റായിട്ട് നമ്മൾ 9 മണിക്ക് തന്നെ ചെല്ലണമെന്നൊന്നുമില്ല. 9 to 5 അങ്ങനെ കറക്റ്റ് ഇരിക്കണം അങ്ങനെയൊന്നുമില്ല. നമുക്കിപ്പം 10 മണിക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ 10 മണിക്ക് പോയാൽ മതി. അതല്ല നമുക്ക് രാവിലെ ചെന്നിട്ട് ഇനി വർക്ക് കുറേ ഉണ്ടെങ്കിൽ നമ്മൾ കുറേ സമയം ഇരിക്കേണ്ടി വരും. അല്ല നമുക്കിപ്പോൾ 1 മണിക്ക് ഇറങ്ങണം 2 മണിക്ക് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴും അങ്ങനെ ഇറങ്ങാനും പറ്റും കേട്ടോ. അപ്പോൾ അത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു വർക്ക് കിട്ടിയത് തന്നെ ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എനിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെയൊരു കൺസിഡറേഷൻ തന്നേക്കുന്നത്. കാരണം പിള്ളേർ ചെറുതായതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ 1:30 ആയപ്പോൾ ഇറങ്ങിയിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ ഒരു പിക്ചർ ഉണ്ടില്ലേ, ഇത് നമ്മുടെ ബെഡ്ഷീറ്റിലത്തെ ഒരു പിക്ചറാണ്. അപ്പം ഇത് കണ്ടപ്പം എനിക്കൊരു മോഹം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം കേക്ക് വാങ്ങിച്ചതിൻ്റെ ഒരു കവർ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞാനൊരു ഇമേജ് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ക്ലൗഡിൻ്റെ ആ ഒരു ഔട്ട്ലൈനൊക്കെ വരച്ചതിന് ശേഷം കണ്ണൊക്കെ സെറ്റാക്കി, അതിന് ശേഷം വായും ഒക്കെ റെഡിയാക്കി, പിന്നെ നമ്മുടെ ക്ലൗഡ് കുഞ്ഞിൻ്റെ ചീക്കിൽ 2 വശത്തും ഇങ്ങനെ ബ്ലഷ് പോലെ ഇട്ട് കൊടുത്ത് അങ്ങനെ സെറ്റാക്കി കേട്ടോ. ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. കുഞ്ഞി ഒരു ഇമേജാണ്. ആദ്യം ഞാൻ വേറൊരെണ്ണം കേട്ടോ ചെയ്ത് നോക്കിയത്. അതിൻ്റെ ആ മുകളിലത്തെ ഭാഗമില്ല അത് വെച്ചിട്ട്, പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അങ്ങനെ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇത് തൂക്കിയിടാനുള്ള ഒരു നൂല് വെച്ച് ഒട്ടിക്കണം. സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുകയാണ് കേട്ടോ. നമ്മുടെ പിള്ളേർ അപ്പുറത്തെ വീട്ടിലൊരു കൊച്ചുമുണ്ട് കേട്ടോ പുറത്ത്. അതുകൊണ്ട് അവർ കളിക്കുന്നതിൻ്റെ ചിലപ്പം സൗണ്ടൊക്കെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കേൾക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇതുപോലെ ഒന്ന് റെഡിയാക്കി ഇനി നമുക്കൊന്ന് തൂക്കിയിടാം. അപ്പോൾ ഞാൻ ഒരു ലെയറും കൂടിയും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു നൂലെന്ന് പറയുന്നത് കുറച്ചിങ്ങനെ എന്നാ പറയുന്നത്, ഇങ്ങനെ സിൽക്ക് എന്താ പറയുക അതിന് എനിക്കറിയില്ല, സാറ്റിൻ പോലത്തെ നൂലാട്ടോ. അപ്പോൾ അത് ഊരിപ്പോരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഞാൻ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്നും കൂടിയും ഒരു ലെയറും കൂടി എൻ്റെ മേലെ ഒട്ടിച്ച് കൊടുത്തിട്ട് ഇതാക്കുവാണ് കേട്ടോ. അങ്ങനെ തൂക്കിയിടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മേഘക്കുഞ്ഞ്. ഇനി മേഘക്കുഞ്ഞിനെ നമുക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിടണം കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവർക്ക് സന്തോഷം. പക്ഷെ ഞാൻ വേറൊരു ഇങ്ങനെ എന്താ പറയുക സാറ്റിൻ റിബണൊക്കെ ഒട്ടിച്ചിട്ട് കുറച്ചും കൂടി കളർഫുൾ ആക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ കൂട്ട് തന്നെ കുക്കിംഗ് ഇല്ലെങ്കിലും വേറെ കുറേ പണികളുണ്ടല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് വെട്ടി കുത്തിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ക്ലീൻ ആക്കുകയാണ്. ഞാൻ ഇവിടെ പിള്ളേരോട് എപ്പോഴും പറയും നിങ്ങളെടുത്ത സാധനം തിരിച്ച് വെക്കണമെന്ന്. അപ്പോൾ അവരെന്നെ ഓടിക്കുകയല്ലേ ഇല്ലെങ്കിൽ. അതുകൊണ്ട് അവർ വരുന്നതിന് മുന്നേ പെട്ടെന്ന് തന്നെ ഈ ടേബിളിൻ്റെ പുറമൊന്ന് ഒതുക്കി ഞാൻ എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ച് അതേപടി വെച്ച് പിന്നെയാണ് കേട്ടോ ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ അലക്കാൻ ഇട്ടിട്ടായിരുന്നു ഞാനിത് ഇരുന്നിരുന്നത്. 15 മിനിറ്റ് എടുക്കും കറങ്ങി വരാനായിട്ട്. അപ്പോഴത്തേനാണ് ഞാനിത് ചെയ്തത്. ഇനിയിപ്പം പാലൊന്ന് തിളപ്പിച്ച് വെക്കുവാണ് കേട്ടോ. പാല് തിളപ്പിച്ച് വെക്കുന്നത് കാപ്പുച്ചിനോ ഉണ്ടാക്കാനായിട്ടാണ്. പിള്ളേർക്ക് കാപ്പുച്ചിനോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കടയിൽ പോയി. അതിനിടയ്ക്ക് ഞാൻ ബ്രെഡ് ന്യൂട്ടലൊക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ. തലപ്പാത്ത് അപ്പം ഞാൻ അവളോട് പറഞ്ഞു നിങ്ങൾക്ക് വേറൊരു സാധനം കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തോ വാങ്ങിച്ച് കഴിക്കാൻ വെച്ചതാണെന്ന് വിചാരിച്ചിട്ട് തപ്പണതാണ് കേട്ടോ. അപ്പോഴും ഞാൻ സൈഡിൽ കൂടെ ഇതുപോലെ കാപ്പുച്ചിനോ എടുത്തിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോഴത്തേന് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഇങ്ങനെ അലറി കൂവി അതുപോലെ സന്തോഷം പ്രകടിപ്പിക്കുമായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മക്കളുടെ സന്തോഷം നമുക്ക് കാണാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. അപ്പോൾ ഞാൻ ഓഫീസ് വർക്കുള്ള ടൈമാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയൊക്കെ കാര്യങ്ങൾ നേരത്തെയൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് എളുപ്പമാവുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പിള്ളേരെ എണീക്കുന്നതിന് മുന്നേ എണീക്കുകയാണെങ്കിൽ ഒരു ദിവസം ഫുള്ളായിട്ട് നമുക്ക് ഒരു എനർജിയും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ചുമ്മാ എണീച്ചിട്ട് ഫോണിൽ കുത്തിയിരിക്കുകയല്ല കേട്ടോ ചെയ്യേണ്ടത്. നമ്മൾ നമ്മുടേതായി കുറച്ച് ടൈം എടുക്കണം. അത് വായിക്കാനോ എക്സർസൈസ് ചെയ്യാനോ മെഡിറ്റേഷൻ ചെയ്യാനോ അതേപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാനോ ഒക്കെ നമ്മൾ ടൈം കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക്
ഒത്തിരി എനർജറ്റിക് ആയിട്ടൊരു ദിവസം കൊണ്ടുപോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പിന്നെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഇന്ന് ബിയോണിൻ്റെ അസംബ്ലി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അസംബ്ലി എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ പിള്ളേരുടെ അടുത്ത് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് ടൈമും കൂടി അങ്ങനെയും സ്പെൻഡ് ചെയ്തു. പിന്നെ അവർ കാർട്ടൂൺ കാണാനായിട്ട് ഫോണൊക്കെ വാങ്ങിച്ചിട്ട് പോയി. അപ്പോൾ അതേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.